രാജ്യത്തിനെതിരായ പ്രവർത്തനങ്ങൾ നടത്താനുള്ള യഥേഷ്ടമുള്ള അനുമതി ലഭിക്കണം. അത് ലഭിക്കാതിരിക്കുന്നത് കൊണ്ട് വലിയ തോതിൽ വിററി പൂണ്ട് നടക്കുകയാണ് കോൺഗ്രസ്, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, മാധ്യമങ്ങൾ അടക്കമുള്ളവർ. ഇതിനെതിരെ ഏറ്റവും കൂടുതൽ കരയുന്നത് കേരളത്തിലെ ചില ക്രിസ്തീയ സഭകൾ കൂടിയാണ്. FCR നിയമത്തെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്ര വലിയ കരച്ചിൽ വരുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ വാർത്തകളായിട്ട് പുറത്തു വരുന്നു. അതിൽ ഏറ്റവും അധികം പറയപ്പെടുന്ന കാര്യമെന്ന് പറയുന്നത് അനധികൃതമായിട്ടാണ് ഈ പറയുന്ന സ്ഥാപനങ്ങളിൽ ബഹുഭൂരിപക്ഷവും പ്രവർത്തിച്ചിരിക്കുന്നത്. ഒരു ഒരു 27% എന്ന് പറയുന്ന ഏറ്റവും കുറഞ്ഞ അളവിൽ മാത്രമാണ് ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങൾ ഉള്ളത് എന്നുള്ളതാണ് കണക്കുകൾ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത്. അനധികൃതമായി രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്താനുള്ള എല്ലാ മാർഗങ്ങളും മുൻ സർക്കാരുകൾ തുറന്നുകൊടുത്തത് നിലനിർത്താൻ വേണ്ടി ഇവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് FCR നിയമത്തിനെതിരെ ഇത്ര വലിയ കോലാഹലം. എന്താണ് സാറിനെതിരെ അഭിപ്രായമുള്ളത്? അല്ല, FCR നിയമം എന്ന് പറയുന്നത് സാധാരണ രാജ്യവിരുദ്ധ ശക്തികളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അവരെയാണ്. ഇപ്പം നമുക്കറിയാലോ, ഇപ്പോൾ കേരളത്തിലടക്കമുള്ള ചില സ്ഥലങ്ങൾ, ഇന്ത്യയിൽ മൊത്തമുള്ള ഏകദേശം ഒരു 55,500ഓളം FCR ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. FCR രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങളുണ്ട്. ഇതിൽ 14,500 സ്ഥാപനം രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. രണ്ടാമത് രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ എല്ലാ വർഷവും അക്കൗണ്ട് കൊടുക്കുന്നത് 14,500 മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരും കണക്ക് കൊടുക്കുന്നില്ല. ഇപ്പം നമ്മുടെ ഈ പള്ളിക്കാർ പ്രധാനപ്പെട്ട പ്രശ്നമാണത്. ബിഷപ്പ്മാരൊക്കെ പ്രശ്നം അതാണ്. അവരുടെ ഒറ്റ കാര്യം ആവശ്യപ്പെട്ടുള്ളൂ: നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വിദേശത്ത് നിന്ന് പണം വരാം, നിങ്ങൾക്ക് ഇവിടെ ചെലവഴിക്കാൻ അധികാരമുണ്ട്, നിങ്ങൾ എന്തിന് ചെലവഴിക്കുന്നു, നിങ്ങൾ കണക്ക് വേണം കൃത്യമായിട്ട്. ഇവരെവിടെ നിന്നാണ് കണക്കുള്ളത്? എന്താ ഇവർ കണക്കുകളുള്ളത്? ഇവർ പറയുന്നതെന്ന് ഇപ്പം ഞാൻ ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യ വാർത്താപ്രകാരം തന്നെ പറയുന്നത്, ഈ പറയുന്ന 14,500 പരം വരുന്ന സ്ഥാപനങ്ങളുടേതടക്കമുള്ള മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട ചിലവ് ശമ്പളം കൊടുക്കില്ല. അവർ വിദേശത്ത് നിന്ന് പണം കൊണ്ടിരുന്ന് ഇവിടെ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുക്കുന്ന ഒരു സാധാരണ ജീവനക്കാരന് പോലും 2 ലക്ഷവും 3 ലക്ഷവും വരെ ശമ്പളം കൊടുത്തുകൊണ്ട്, അതിഭാരിച്ച് ശമ്പളം കൊടുത്തുകൊണ്ട് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തകർത്തുകൊണ്ടിരിക്കുന്നവരാണ് ഈ പറയുന്ന വിദേശ ഫണ്ട് വരുന്നവർ. ഇങ്ങനെ ഫണ്ട് വരുന്നവരെല്ലാവരും ഉണ്ട്. ഇത് ക്രിസ്ത്യാനികൾ മാത്രമൊന്നുമല്ല. ക്രിസ്ത്യാനികൾക്ക് വരുന്നുണ്ട്, ഹിന്ദുക്കൾക്ക് വരുന്നുണ്ട്, മുസ്ലിങ്ങൾക്ക് വരുന്നുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾക്ക് വരുന്നുണ്ട്, ചില മതസംഘടനകൾക്ക് വരുന്നുണ്ട്, എല്ലാവർക്കും വരുന്നുണ്ട്. പക്ഷെ ഈ വരുന്നവരെല്ലാവരും തന്നെ കൃത്യമായിട്ട് കണക്ക് കൊടുക്കുന്നത് ഈ 14,500 പേരേ ഉള്ളൂ. ബാക്കി 55,000 പരം വരുന്ന സ്ഥാപനങ്ങളിൽ 41,000 വരുന്ന സ്ഥാപനങ്ങൾ കൊടുക്കുന്നില്ല. 27.7% മാത്രമാണ് കൃത്യമായിട്ടുള്ള അക്കൗണ്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. എന്താ ഇവർക്ക് അക്കൗണ്ട് സബ്മിറ്റ് ചെയ്യാൻ എന്താ പ്രയാസം? ഇവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം, ഇവർക്ക് പണം വരുന്നു, ഈ പണം ഇവർ ഉപയോഗിക്കുന്നു. ആ പണം ഉപയോഗിക്കുന്ന കണക്ക് ചോദിച്ചാൽ ഇവർ കണക്ക് തരാൻ പറ്റില്ല. ബാക്കി എന്ത് വേണമെങ്കിലേക്ക്, നമ്മുടെ കേരളത്തിൽ കിഫ്ബിയുടെ കാര്യം പറഞ്ഞ മാതിരിയാണ്. കിഫ്ബിയിൽ ഞങ്ങൾ പണമൊക്കെ മേടിക്കും, പക്ഷേ അതിൻ്റെ അകത്ത് ഓഡിറ്റർ ജനറലിൻ്റെ ഓഡിറ്റിംഗ് പാടില്ല. ഇത് എവിടുത്തെ നിയമം? അത് ഒരു പണം വാങ്ങിച്ചാൽ പൊതുപണമാണെങ്കിൽ, പൊതുസമൂഹത്തിൻ്റെ പണമാണെങ്കിൽ, വിദേശ പണമാണെങ്കിൽ എന്തിനു വിനിയോഗിക്കുന്നു എന്നുള്ള അറിയണം. ഇപ്പം നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ FCR സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയുള്ള സംസ്ഥാനങ്ങളൊന്ന് തമിഴ്നാടാണ്, അത് കഴിഞ്ഞാൽ മഹാരാഷ്ട്രയാണ്, അത് കഴിഞ്ഞാൽ ബീഹാറുണ്ട്, ത്രിപുരയുണ്ട്, ഉത്തർപ്രദേശുണ്ട്. അവിടെയൊന്നും ഇല്ലാത്ത പ്രശ്നം ചില മേധാവികൾക്കുള്ളത് പ്രധാനമായിട്ട് കേരളത്തിലാണ്. അതിന് കാരണം ഇനി കേരളത്തിലെ സ്ഥാപനത്തിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ടാവും, പക്ഷേ വർക്ക് ചെയ്യുന്നത് ഉത്തർപ്രദേശിലായിരിക്കും, അല്ലെങ്കിൽ ത്രിപുരയിലായിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ ത്രിപുരയിൽ അതൊന്നുമില്ല. അപ്പം അങ്ങനെ അല്ലെങ്കിൽ ത്രിപുരയിൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റേ മഹാരാഷ്ട്രയിൽ വർക്ക് ചെയ്യുന്നു, അവിടെ രജിസ്ട്രേഷൻ ഉണ്ട്, സ്ഥാപനം വർക്ക് ചെയ്യുന്നത് കേരളത്തിലാണ്. ഇങ്ങനെയുള്ള തട്ടിപ്പ് സംഘങ്ങൾ വ്യാപകമായിട്ടുണ്ട്. ഇവിടുത്തെ ഞാൻ പലപ്പോഴും പറയാനെടുത്ത് ബിഷപ്പ്മാരെ സംബന്ധിച്ചും ഇവരൊക്കെ ഈ ഭാരിച്ച ചെലവ്, ഇവർ വരുമാനം എവിടെ നിന്നാണത്? ഈ വരുമാനത്തിന്റെ സ്രോതസ് ഇവരെന്ന് ബോധ്യപ്പെടുത്തണ്ടേ? ഇന്ന് മാത്രമല്ല, ചില മാധ്യമ പ്രവർത്തകർക്ക് വരുമാനമുണ്ട് ഇക്കാര്യത്തില്. എവിടെ നിന്നാണ് ഈ മാധ്യമ പ്രവർത്തകര്? മാധ്യമ സിൻഡിക്കേറ്റ് എന്നാണ് പഴയ കാലത്ത് പിണറായി വിജയൻ ഇവരെ ഉദ്ദേശിച്ചും കൂടിയാണ് വിളിച്ചത്. ഈ പറയുന്ന മാധ്യമ സിൻഡിക്കേറ്റിന് വരുന്ന അവിഹിതമായിട്ടുള്ള വരുമാനം ഇവരെന്തിനു വിനിയോഗിക്കുന്നു? അല്ല, മാധ്യമ പ്രവർത്തനത്തിന് ഇത്രയധികം പണത്തിന്റെ ആവശ്യമുണ്ടോ? അല്ല, നമ്മളിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, മാധ്യമ സ്ഥാപനങ്ങളിൽ ശമ്പളം എത്രയാണ്? 5 ലക്ഷം 10 ലക്ഷമൊക്കെയാണ്. കേരളം പോലും സംസ്ഥാനത്തിൽ ഈ പണം ഇവരെന്തിനു വേണ്ടി, ഇവർക്ക് എവിടെ നിന്നാണ് കൊടുക്കുക? ഈ പറയുന്ന 10 ലക്ഷം രൂപ ശമ്പളം കൊടുക്കുന്ന, 15 ലക്ഷം രൂപ ശമ്പളം കൊടുക്കുന്ന, ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുക്കുന്ന സ്ഥാപനങ്ങളിൽ ഇത് കൊടുക്കാനുള്ള വരുമാനമുണ്ടോ? ഈ വരുമാനം ഇല്ലല്ലോ. ഈ വരുമാനം ഇല്ലാതെ കണ്ട് ഇവർ എവിടെ നിന്നാണ് പണം കൊടുക്കുന്നത്? ഇവർ വിദേശത്തു നിന്നോ മറ്റു പല സ്ഥലങ്ങളിൽ നിന്ന് രജിസ്ട്രേഷൻ അടിസ്ഥാനത്തിൽ പണം കൊണ്ടുവരുന്നു, ആ പണം ഇവർ ദുർവിനിയോഗം ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരന് എങ്ങനെയാണ് ഈ പറയുന്ന ഭാരിച്ച ശമ്പളം കൊടുക്കുക? ഇങ്ങനെ ശമ്പളം കൊടുക്കാൻ സാധ്യമല്ല. ഈ ശമ്പളം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കൃത്യമായ ചില അജണ്ടകളുണ്ട്. ഇവർ പറയുന്ന ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വെറുതെ പണം കൊടുക്കുകയല്ല,
അവർ പണം കൊടുക്കുന്ന സമയത്ത് അവർക്ക് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്. കൂടംകുളം പദ്ധതിക്കെതിരായിട്ട് സമരം ചെയ്യണം. കേരളത്തിലെ വ്യവസായ സ്ഥാപനങ്ങളെ മുഴുവൻ അടച്ചുപൂട്ടിക്കണം. ഇവിടുത്തെ ആളുകൾക്ക് മുഴുവൻ തൊഴിലില്ലാതാകണം. ഇവിടുത്തെ വിദ്യാർത്ഥികളെ സമരരംഗത്തേക്ക് ഇറക്കണം. ഇവിടുത്തെ യുവാക്കളെ കൊണ്ട് തൊഴിൽ ചെയ്യിക്കാൻ പാടില്ല. അവൻ അധമമായിട്ടുള്ള ചിന്താഗതികൾ അവൻ്റെ തൊഴിൽ മേഖലകളെ കുറിച്ചുണ്ടാവണം. അങ്ങനെ കേരളത്തിലുള്ള വിദ്യാർത്ഥികളെ മുഴുവൻ ഈ വിദേശത്തേക്ക് കൊണ്ടുപോയതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നത് FCRA നിയമമാണ്. ഈ പറയുന്ന വിദേശ നാണ്യത്തിൻ്റെ വരവാണ്. ഈ വിദേശ നാണ്യത്തിൻ്റെ വരവ് കൊണ്ട് ഇവിടെയുള്ള സ്ഥാപനങ്ങൾ ഇവർക്ക് കൊടുക്കുന്ന ചില സപ്പോർട്ടുകളുണ്ട്. മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന സപ്പോർട്ടുകൾ, ചില കമ്പനികൾക്ക് കൊടുക്കുന്ന സപ്പോർട്ടുകൾ, ആ കാര്യത്തിൽ മതമേധാവിത്വ പ്രസ്ഥാനങ്ങളടക്കം വച്ചു പുലർത്തുന്ന സമീപനങ്ങൾ, ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സമീപനങ്ങൾ, ഈ സമീപനങ്ങളൊക്കെ അത്യന്തം ഈ സാധാരണ നാട്ടിലെ ജനങ്ങൾക്ക് ജനവിരുദ്ധമായ പരിപാടികളാണ് ഇവർ ആസൂത്രണം ചെയ്യുക. ഇവർക്ക് കൂടംകുളം പദ്ധതി പാടില്ല, ഇവർക്ക് കരിമണൽ പാടില്ല, ഇവർക്ക് വേറെ ചില സാധനങ്ങൾ പാടില്ല. ഇവർക്ക് ഈ സാധനമെല്ലാം വിദേശ രാജ്യത്തേക്ക് എത്തിച്ചിട്ട് ആ വിദേശ രാജ്യത്തിൻ്റെ പണം സമ്പാദിക്കാനുള്ള പരിശ്രമമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേറെ ഒന്ന് പറയാറുണ്ടെങ്കിൽ, സാധാരണ ഇപ്പോൾ വഖഫിൻ്റെ നിയമം 2013 വന്ന് കേരളത്തിൽ ബിഷപ്പ്മാർ അറിഞ്ഞില്ല. എവിടെ ബിഷപ്പ്മാരുണ്ടായിരുന്നു? ഇവനൊക്കെ എവിടെ പോയി കിടന്ന് ഉറങ്ങായിരുന്നു? ഇവന് ഈ കാര്യത്തിൽ നിശ്ചയം ഉണ്ടാവണ്ടല്ലേ? ഉറങ്ങായിരുന്നില്ല. 2014, 2019, 2024 ഇവിടെയുള്ള കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഇലക്ഷൻ ഏജന്റുമാരായിട്ട് ഈ പറയുന്ന ബിഷപ്പ്മാരാണ് പ്രവർത്തിച്ചത്. ഏറെ ബിഷപ്പ്മാരും അഴിമതിക്കാരായിട്ടുള്ള ബിഷപ്പ്മാര്, കൊള്ളക്കാരായിരിക്കുന്ന ബിഷപ്പ്മാര്, അവരാണ് അത് കഴിഞ്ഞ് 2025 FCRA നിയമം വന്നു. അപ്പൊ ഇവർക്ക് പെട്ടെന്ന് സടകുടം ചെയ്തിട്ടു. എന്താ കാരണം? ഈ സാധാരണ ക്രിസ്ത്യാനിയെ ബാധിക്കില്ല. സാധാരണ ക്രിസ്ത്യാനിക്ക് ഇതുകൊണ്ട് ദുരിതമില്ല. സാധാരണ ക്രിസ്ത്യാനിയുടെ ജനജീവിതത്തെ ദുരിതമായിട്ട് ബാധിക്കുന്നതാണ് FCRA. ഈ പറയുന്ന FCRA ഇന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് ശേഖരിച്ച് ചില മിഷണറീസ്, ചാരിറ്റീസ് എന്നൊക്കെ പറഞ്ഞ് ചില സ്ഥാപനങ്ങളൊക്കെ തുടങ്ങി മുഴുവൻ ആളുകൾ മതപരിവർത്തനം നടത്തി അതിൽ നിന്ന് പണമുണ്ടാക്കി. ഈ പണമുണ്ടാക്കുന്ന ദൗത്യമാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇതൊരിക്കലും കേരളത്തിലെ, ഭാരതത്തിലെ സാധാരണ ജനവിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് പ്രയോജനകരമല്ല. ഇന്നും അല്ലാന്ന് മാത്രമല്ല, ദൂഷ്യവും കൂടിയാണ്. ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, കേരളത്തിലേക്കടക്കം നമ്മുടെ തിരുവല്ലയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചില ക്രിസ്ത്യൻ കുടുംബങ്ങളിലൊക്കെ പോയാൽ ആരെയും ചങ്ക് പൊട്ടും. 70 വയസ്സും 80 വയസ്സും പ്രായമുള്ള, വാർദ്ധക്യം ബാധിച്ച, ജരാനരകൾ ബാധിച്ച, ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത, ഒറ്റയ്ക്കൊരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ നിവൃത്തിയില്ലാത്ത നിരവധി ആളുകളുള്ള വീടുകളുണ്ട് അവിടെ. എവിടെയാ മക്കളൊക്കെ? അവിടെ UK-യിലാണ്. എന്താ UK-യുടെ അവസ്ഥ? പരമദയനീയമാണ് UK-യുടെ അവസ്ഥ. ഇവർ അവിടേക്ക് കൊണ്ടുപോകുന്നു, കാനഡയിലേക്ക് കൊണ്ടുപോകുന്നു, US-ലേക്ക് കൊണ്ടുപോകുന്നു, ജർമ്മനിയിലേക്കും ഫ്രാൻസിലേക്കും കൊണ്ടുപോകുന്നു, ആസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോകുന്നു, ന്യൂസിലൻഡിലേക്ക് വരെ കൊണ്ടുപോവുകയാണ്. ഒന്നുമില്ലാതെ ഒരു മാൾട്ട എന്നൊരു സ്ഥലമുണ്ട്, അവിടേക്ക് കേരളത്തിലുള്ള ആളുകൾ തിരുമാൻ വേണ്ടി കൊണ്ടുപോകും. മസാജ് ഇവൻ്റെ പണി. ബാക്കിയുള്ള സ്ഥലത്തേക്ക് എന്താ പണി? ഇവരുടെയൊക്കെ മറ്റേ പാഡുകൾ മാറ്റി കൊടുക്കുന്ന പണിയാണ്. ഇങ്ങനെയുള്ള പണികൾക്ക് ആളുകളെ കൊണ്ടുപോകുന്നതിൽ ഈ പറയുന്ന FCRA നിയമത്തിന് വലിയ പങ്കുണ്ട്. അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പണം കൈപ്പറ്റുന്ന ഏജൻസികൾ, ഈ പറയുന്ന ഏജൻസികൾ ആസൂത്രിതമായിട്ട് ഈ പറയുന്ന ആളുകളെ, മറ്റുള്ള നമ്മുടെ സാധാരണക്കാരോട് പറയാണ്, നീ ഇവിടെ പഠിച്ചിട്ട് രക്ഷയില്ല, ഇവിടെ പഠിച്ചാൽ നിനക്ക് യാതൊരു കാര്യമില്ല, കേരളം വളരെ മോശമാണ്, വിദ്യാഭ്യാസ രംഗം മോശമാണ്, കാർഷിക രംഗം മോശമാണ്, വ്യവസായ രംഗം മോശമാണ്, അതുകൊണ്ട് നീ ഏറ്റവും വേഗം കേരളത്തിൽ നിന്ന് ഓടിക്കോ, നീ രക്ഷപ്പെട്ടോ, നീ പോയിട്ട് എവിടെ പോകണം? നീ UK പോകണം, നീ കാനഡയിൽ പോകണം, നീ US-ൽ പോകണം. എന്താണ് അവിടുത്തെ അവസ്ഥ? ഇവർക്ക് അവിടെ ജോലിയുണ്ടോ? എന്ത് ജോലിയാണ് അവിടെ ചെയ്യുന്നത്? ഇവർക്ക് ജോലി പോലും കിട്ടുന്നില്ല. അങ്ങനെ നമ്മുടെ യുവാക്കന്മാരെ പോലും വഴിതെറ്റിക്കുന്ന കാര്യത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇവരൊക്കെ. അതിനകത്ത് മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്, ഇവിടുത്തെ പത്ര മുതലാളിമാർക്ക് വലിയ പങ്കുണ്ട്, മറ്റുള്ള മിക്കവാറുള്ള മത നേതാക്കന്മാർക്ക് വലിയ പങ്കുണ്ട്. അങ്ങനെയുള്ള പങ്കുള്ള ആളുകളാണ് ഈ തരത്തിൽ FCRAയുടെ പേരിൽ ഇന്നിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ 27.7% ഉള്ളൂ. ഈ പറയുന്ന രജിസ്ട്രേഷൻ ഇല്ലാത്ത സംഘടനകൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ കയറി കയ്യും കാലും ഒക്കെ ഇട്ടടിക്കുന്നത്. അപ്പോൾ കയ്യും കാലും ഇട്ടടിക്കുന്നതിന് പകരമായിട്ട് യഥാർത്ഥമായിട്ട് കണക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കൂട്ടർ തയ്യാറാകണം എന്നാണ് ഇതിനെ സംബന്ധിക്കുന്ന എൻ്റെ അഭിപ്രായം. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നതാണ് ഞങ്ങളുടെ വിജയം. ഒപ്പം നിങ്ങൾ കൂടെ ഉണ്ടാവണം, ഒപ്പം സഞ്ചരിക്കണം. ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് തന്നെ.